വിയറ്റ്നാം സൂപ്പർ ഏർലി. ഈ പ്ലാവ് നമ്മുടെ നാടനല്ല, 1-2 വർഷം കൊണ്ട് കായ പിടിച്ചു തുടങ്ങും. നാടൻ പ്ലാവ് പോലെ അല്ല, ചില കീടബാധകളൊക്കെ പ്ലാവിനുണ്ടാവും. ഇല മഞ്ഞളിച്ച് പോവുക, കമ്പ് ഉണങ്ങിപ്പോവുക, അത് മണ്ണിൽ നിന്നും അതിന് കീടബാധ ഒക്കെ ഏൽക്കാം. അതിന് നമുക്ക് കുമ്മായോ അല്ലെങ്കിൽ ഡോളോമിറ്റോ ഒക്കെ മാസത്തിലൊരിക്കലൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്താൽ മണ്ണിൽ നിന്നും വരുന്ന കീടങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. ചിലതരം പ്രാണികളുണ്ട്, ഇതിൻ്റെ തടിമരത്തിന് ചെറിയ ദ്വാരം ഉണ്ടാക്കി അതിലൂടെ അതിൻ്റെ അകത്തേക്ക് കിടന്ന് അത് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പ്ലാവ് മൊത്തമായി ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പ്ലാവിന് ചെറിയ നീരൊലിപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ആ ഭാഗത്ത് സാപ്പ് കുറച്ച് കലക്കി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്ക് പ്ലാവിനെ നല്ലതുപോലെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനും 1-2 വർഷത്തിനുള്ളിൽ കായ്പ്പിച്ചെടുക്കാനും സാധിക്കും. ഇതിപ്പോൾ 1.5 വർഷം പ്രായമുള്ള പ്ലാവാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഞാനത് കായ്ക്കാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇത്ര ചെറുപ്പത്തിൽ കായ പിടിപ്പിക്കാൻ ശ്രമിക്കരുത്, കാരണം തണ്ടിനൊക്കെ ഒന്ന് ബലമൊക്കെ വെച്ച് ഇപ്പോൾ 1.5 വർഷമായി. അതുകൊണ്ട് ഇനി നമുക്കിത് കായ്ക്കാനുള്ള സമയമായി. നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നട്ട് വേണ്ട വിധത്തിൽ വളങ്ങളൊക്കെ കൊടുത്താൽ 1.5 വർഷം കൊണ്ട് തന്നെ ഇതിൽ ചക്ക ഉണ്ടാവും. വീഡിയോ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ.